അങ്ങനെ നമ്മളും പോയിട്ടുണ്ടായിരുന്നു പുനലൂർ ഫെസ്റ്റ് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ അങ്ങോട്ട് കയറാൻ നേരത്താണ് തസ്നീത്തായെ കണ്ടത്. ഒട്ടും പ്രതീക്ഷിച്ചില്ല നമ്മളവിടെ വെച്ച് കാണുമെന്നുള്ളത്. നമുക്ക് കണ്ടപ്പോഴത്തേന് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഞെട്ടിപ്പോയ കണക്കായിപ്പോയി. ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു കാണൽ, അതിൻ്റെ ഇത് എല്ലാവരുടെ മുഖത്തും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറേ നേരം അവിടെ ഇരുന്ന് സംസാരിച്ചൊക്കെ കഴിഞ്ഞിട്ട് നേരെ അകത്തോട്ട് കയറിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ആദ്യം തന്നെ കയറുമ്പോഴത്തേന് മീനിൻ്റെ കുറേ സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ട്. അതൊക്കെ കണ്ടിട്ട് പിന്നെ നമ്മൾ അടുത്ത മത്സ്യകന്യകയെ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ അതൊന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം കാണുന്നത്. ഇങ്ങനൊരു സംഭവം പുനലൂർ വരുന്നെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അജുവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ കൊണ്ട് കാണിക്കണമെന്നുള്ളത്. പിന്നെ ഫിസുവിന് ഇതൊക്കെ കാണാൻ ഭയങ്കര സന്തോഷമായിരുന്നു. ഫിസു നമ്മളെയൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതേപോലെ ഈ വാച്ചുകളും സാധനങ്ങളും പൗച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ കുട്ടികളുടെ സെക്ഷനിലോട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ പാമ്പിനെയൊക്കെ നമ്മുടെ കൂട്ടത്തിൽ ധൈര്യശാലിയായ അൻവർ എടുത്ത് കയ്യിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പാർക്കിലോട്ടാണ് പോയത്, പിള്ളേർ കളിക്കുന്ന സംഭവങ്ങളിലോട്ട്. വലിയവർക്കായാലും കുഞ്ഞു പിള്ളേർക്കായാലും എൻജോയ് ചെയ്യാൻ പറ്റിയതാണ്. എല്ലാവരും പോയി കാണുക. ഇതിൻ്റെ ഒരു ലോങ് വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.